السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا هدى للناس وبينات من الهدى والفرقان تبيانا وتفصيلا لكل شيء. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن الآن في جلسة 26 من دورة سورة النساء. ഖുർആൻ പഠനത്തിനെളുപ്പ വഴിയുടെ കീഴിൽ നടന്നു വരുന്ന സൂറത്തുൻ നിസാ പഠന പരമ്പരയുടെ 26ാമത്തെ സെഷനിലാണ് നമ്മൾ. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ വളരെ ക്രിയാത്മകമായി ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ആബ്സെന്റ് അല്ലെങ്കിൽ ലീവ് ചോദിച്ചവരൊഴികെ ബാക്കി എല്ലാവരും ഇവിടെ കാണുന്നുണ്ട്, വേദിയിൽ കാണുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ നിങ്ങളുമായി സംവദിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതൊരു എക്സ്ക്യൂസ് അല്ല. ക്ലാസ് വൈകിയതിന് 10-15 മിനിറ്റോളം ലേറ്റ് ആയിട്ടുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് അത് ഉപസംഹരിക്കുക എന്നുള്ളതാണ് എന്റെ ദൗത്യം. നമ്മളൊന്ന് പാലനം ചെയ്ത് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يحب الله الجهر بالسوء من القول إلا من ظلم وكان الله سميعا عليما. إن تبدوا خيرا أو تخفوه أو تعفوا عن سوء فإن الله كان عفوا قديرا. إن الذين يكفرون بالله ورسله ويريدون أن يفرقوا بين الله ورسله ويقولون نؤمن ببعض ونكفر ببعض ويريدون أن يتخذوا بين ذلك سبيلا أولئك هم الكافرون حقا وأعتدنا للكافرين عذابا مهينا. والذين آمنوا بالله ورسله ولم يفرقوا بين أحد منهم أولئك سوف يؤتيهم أجورهم وكان الله غفورا رحيما. يسألك أهل الكتاب أن تنزل عليهم كتابا من السماء فقد سألوا موسى أكبر من ذلك فقالوا أرنا الله جهرة فأخذتهم الصاعقة بظلمهم ثم اتخذوا العجل من بعد ما جاءتهم البينات فعفونا عن ذلك وآتينا موسى سلطانا مبينا. ورفعنا فوقهم الطور بميثاقهم وقلنا لهم ادخلوا الباب سجدا وقلنا لهم لا تعدوا في السبت وأخذنا منهم ميثاقا غليظا. ഇതിലെ നമുക്ക് അറിയാത്ത പദങ്ങളൊക്കെ നേരത്തെ ചർച്ച ചെയ്തു. മാത്രമല്ല അറിയാത്ത പദങ്ങളുടെ അർത്ഥം നാം അയച്ചു തന്നു. ഇനി നമ്മുടെ പഠനം വേറൊരു തലത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ഇനി വരുന്ന ഭാഗങ്ങളൊക്കെയും നമുക്ക് ആശയം മനസ്സിലാകണം. ഇതുവരെ നമ്മൾ ചെയ്തിരുന്നത്, ഇവിടെ എന്തോ ഒരു അപാകത ഉണ്ടെന്ന് തോന്നുന്നു. നെറ്റിനാണോ പ്രോബ്ലം, കമ്പ്യൂട്ടറിനാണോ പ്രോബ്ലം എന്നറിയില്ല. സ്ലോ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്ന ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ആദ്യം പഠിച്ചത്
ക്രിയാപരിവർത്തനം, ക്രിയകളുടെ രൂപഭേദങ്ങളാണ് പഠിച്ചത്. ആദ്യത്തെ പഠനം യഥാർത്ഥം ഇവിടെ നിന്ന് ആള് പത്തഹ മൂലാണ് തുടങ്ങുന്നത്. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ട് പദങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പഠിച്ചത്. പിന്നീട് നമുക്ക് അറിയുന്ന പദങ്ങൾ, പുതിയ പദങ്ങൾ, അറിയാത്ത പദങ്ങൾ, ഇങ്ങനെയൊക്കെ പല രീതിയിലൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞതൊരു ഒരു പേജ് വായിക്കുമ്പോൾ ഒരു സമ്മറി കിട്ടണമെന്നാണ്. ഇനി ഒരു ആയത്ത് വായിക്കുമ്പോൾ അതിന്റെ സമ്മറി നമുക്ക് കിട്ടണം. അത്തരത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇനി അത് കിട്ടണം. അത് കിട്ടുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. പണിയെടുക്കുന്നതിന് നിങ്ങൾക്ക് ഒരു ഡെഡിക്കേഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് വേറെ ചില കാര്യങ്ങൾ അതോടനുബന്ധിച്ച് പറയും. ഇവിടെ ലാ യുഹിബ്ബുല്ലാഹുൽ ജഹർ, ജഹർ ചിലർക്ക് പുതിയ വാക്കായിരിക്കാം. ജഹർ നേരത്തെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സിർറൻ വ ജഹ്റൻ, രഹസ്യമായും പരസ്യമായും എന്നാണ്. അതേപോലെ വെളിപ്പെടുത്തി എന്ന അർത്ഥമുണ്ട്. ജഹറ, ജഹറു, വെളിപ്പെടുത്തി. ചിലപ്പോൾ ശബ്ദം ഉയർത്തി, ജഹറ സൗത്ത എന്ന് പറഞ്ഞ ശബ്ദം ഉയർത്തി എന്നൊക്കെ വരും. ലാ തജ്ഹർ ബി സ്വലാത്തിക എന്നുണ്ട് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. നിന്റെ സ്വലാത്ത് ഉച്ചത്തിലാകരുത്. അപ്പൊ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നബിയുടെ പേരിൽ സ്വലാത്തിൽ നിന്നും ആകാം, അതേപോലെ പ്രാർത്ഥനയാകാം, അതേപോലെ നമസ്കാരമാകാം. എന്തായിരുന്നാലും അത് ഒച്ചപ്പാടും പാളത്തിലും ഓടാൻ പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതാണ് ജഹർ. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ, അള്ളാഹു ചെയ്യുന്നില്ല, വെളിപ്പെടുത്തുന്നതിനെ ഉദ്ദേശിക്കുന്നില്ല, പരസ്യമാക്കുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. ഏത് പല പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. സാ മോശമായി, മോശമായത്, തിന്മ, തെറ്റ് എന്നൊക്കെയുള്ള അർത്ഥം വരും. സാ എത്ര മോശമായി, സാഅത്ത് മസീറ എത്ര മോശമായ മടക്കസ്ഥാനം. മിനൽ ഖൗലി, വാക്കുകൾ, മോശമായ വാക്കുകൾ പറയുന്നതിന് അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല. അതെന്ത് ചെയ്യാൻ പാടില്ല, വെളിപ്പെടുത്താൻ പാടില്ല. ഇല്ലാമൻ ളുലിം, അക്രമം ചെയ്യപ്പെട്ടവൻ ഒഴികെ. ഒരാൾക്ക് ളുലിമ എന്ന് പറഞ്ഞാൽ ലലമ, അക്രമം ചെയ്തു, ലാലിം അക്രമം ചെയ്യുന്നവൻ. ളുലിമ അക്രമം ലഭിച്ചു, അക്രമം ചെയ്യപ്പെട്ടു, മജ്ഹൂലായി, കർമ്മണി പ്രയോഗമായി. അക്രമം ചെയ്യപ്പെട്ടവൻ ഒഴികെ. അപ്പൊ അക്രമം ചെയ്യപ്പെട്ടവന് അവന് ഒരു അവകാശമുണ്ട്, അത് വെളിപ്പെടുത്താമെന്ന്. ഏത്? തിന്മ വെളിപ്പെടുത്താം. ഒരാൾ അറ്റാക്ക് ചെയ്തു, അല്ലെങ്കിൽ അതുപോലെ സംഭവം എന്തെങ്കിലും സംഭവിച്ചാൽ അത് വെളിപ്പെടുത്താം, കുഴപ്പമില്ല. വകാന അല്ലാഹു സമീഅൻ അലീമ, അള്ളാഹ് കേൾക്കുന്നവനും നന്നായി അറിയുന്നവനും. നന്നായി കേൾക്കുന്നവനും നന്നായി അറിയുന്നവനും. നിങ്ങൾ വെളിപ്പെടുത്തിയാലും വെളിപ്പെടുത്തിയില്ലെങ്കിലും അള്ളാഹ് എന്ത് ചെയ്യുന്നു, നന്നായി അറിയുന്നു. ഇൻ തുബ്ദു ഖൈറൻ, അബ്ദ യുബ്ദു എന്ന് പറഞ്ഞാൽ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അബ്ദ യുബ്ദു വെളിപ്പെടുത്തി, ഖൈറൻ നല്ലതിനെ. ഇൻ തുബ്ദു ഖൈറൻ, നന്മയെ നിങ്ങൾ വെളിപ്പെടുത്തിയാലും, ഔ തുഖ്ഫൂഹു, അല്ലെങ്കിൽ അതിനെ അഖ്ഫ യുഖ്ഫി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു, മറച്ചു വെച്ചാൽ. ഔ താഫു, അല്ലെങ്കിൽ മാപ്പ് കൊടുത്തു. അൻസൂഇൻ, തിന്മയെ സംബന്ധിച്ച്. ഫഇന്നല്ലാഹ കാന അഫുവൻ ഗഫൂറ, അങ്ങനെയാണെങ്കിൽ അള്ളാഹ് മാപ്പ് നൽകുന്നവനാണ്. അള്ളാഹയുടെ സ്വഭാവം തന്നെ സ്ഥായി സ്വഭാവമാണ് എന്ത്, അഫുവ് കൊടുക്കുക. കതബ അലാ നഫ്സിഹി റഹ്മ എന്നാണ്. എന്തുകൊണ്ടോ അള്ളാഹ് വിശ്വസിക്കുന്നവരും ഇസ്ലാമിക പ്രവർത്തകരും ഈ കാരുണ്യം, അള്ളാഹ് കാരുണ്യവാനാണ് എന്ന സംഭവം മറ്റു പലരും വെളിപ്പെടുത്തുന്ന പോലെ വെളിപ്പെടുത്താൻ കഴിയില്ല. യഥാർത്ഥത്തിൽ അള്ളാഹ് എന്ത് ചെയ്തിരിക്കുന്നു, കതബ അലാ നഫ്സിഹി റഹ്മ, തന്റെ സ്ഥായി സ്വഭാവമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. തനിക്ക് താൻ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു, രേഖപ്പെടുത്തിയിരിക്കുന്നു. അലാ നഫ്സിഹി റഹ്മ, കാരുണ്യം. അപ്പൊ അഫുവൻ, മാപ്പ് നൽകുക എന്നത് എന്താണ്, അള്ളാഹയുടെ സ്വഭാവം തന്നെയാണ്. അതേസമയം ഖദീർ, കഴിവുറ്റവനാണ്.
അപ്പൊ നമ്മളോട് ഒരാൾ തിന്മ ചെയ്താൽ അങ്ങോട്ട് പ്രതികാരം ചെയ്യാൻ കഴിവില്ലെങ്കിൽ മാപ്പ് കൊടുക്കുന്നതല്ല മാപ്പ്. അള്ളാഹ് എന്ത് പറഞ്ഞു? അള്ളാഹ് മാപ്പ് നൽകുന്നവനാണ്. എങ്ങനെ ആയിരിക്കെ? ഖദീറായിരിക്കെ. ഖദീറുമാണ് മാപ്പ് നൽകുന്നവനാണ്. രണ്ടും കൂടെ ഒരുമിച്ച് പറഞ്ഞെന്തിനാ? അള്ളാഹ് പ്രതികാരം ചെയ്യാൻ അവനെ ശിക്ഷിക്കാൻ കഴിവുള്ളവനാണ്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല? ശിക്ഷിക്കുന്നില്ല, മറിച്ച് മാപ്പ് കൊടുക്കും. അപ്പൊ നമുക്ക് പ്രതികാരം ചെയ്യാൻ കഴിവുള്ളപ്പോൾ മാപ്പ് കൊടുക്കുന്നതാണ് യഥാർത്ഥ മാപ്പ്. അല്ലെങ്കിൽ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ പ്രതികാരം ചെയ്യാത്തത്. ഇന്നല്ലദീന കഫറൂ ബില്ലാഹി വറസുലിഹി ഇന്നല്ലദീന യക്ഫറൂന ബില്ലാഹി വറസുലിഹി. അപ്പൊ യക്ഫറൂനയുടെ കൂടെ എന്തുണ്ടാകും? ബി ഉണ്ടാകും. കഫറ ബി, ഏതിൽ അവിശ്വസിച്ചു എന്നതിന് പറയാൻ വേണ്ടി ബി ഉണ്ടാവും. യക്ഫറൂന ബില്ലാഹി, അള്ളാഹുവിൽ അവിശ്വസിക്കുന്നവർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുന്നവൻ, നന്ദികേട് കാണിക്കുന്നവൻ, ഇതെല്ലാം അതിൽ വരും. യക്ഫറൂന ബില്ലാഹി വറസുലിഹി, അള്ളാഹുവിനോടും റസൂലിനോടും കുഫ്ർ ചെയ്യുന്നവൻ, അല്ലെങ്കിൽ റസൂലിനെ അവിശ്വസിക്കുന്നവൻ, പ്രവാചകന്മാരെ, ദൂതന്മാരെ, ദൈവിക ദൂതന്മാരെ, അള്ളയുടെ ദൂതന്മാരെ അവിശ്വസിക്കുന്നവർ. ഇന്നല്ലദീന യക്ഫറൂന ബില്ലാഹി വറസുലിഹി, അപ്പൊ അള്ളയെ അവിശ്വസിക്കുന്നവർ, അല്ലെങ്കിൽ റസൂലുമാരെ അവിശ്വസിക്കുന്നവർ, വയരീദൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറസുലിഹി, അപ്പൊ അള്ളയിലും റസൂലിനെയും ഒരുമിച്ച് അവിശ്വസിക്കുന്നവർ. ആദ്യം പറഞ്ഞത് യക്ഫറൂന ബില്ലാഹി വറസുലിഹി. രണ്ടാമത് പറഞ്ഞെന്താ? വയരീദൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറസുലിഹി, വയരീദൂന അവരാഗ്രഹിക്കുന്നു, അൻ യുഫർരിഖൂ, ഫർറഖ യുഫർരിഖൂ, വേർപിരിച്ചു, ഫർറഖ വേർപിരിച്ചു, അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറസുലിഹി, അള്ളയെയും റസൂലിനെയും തമ്മിൽ വേർപെടുത്താൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹ് പറഞ്ഞത് മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അള്ളാഹ് പറഞ്ഞെന്താണ് അത് മാത്രമേ ഉള്ളൂ, റസൂൽ പറഞ്ഞൊന്നും നമ്മൾ കേൾക്കാൻ നിർബന്ധമില്ല എന്ന് ആർക്കും പറയാൻ പാടില്ല. മറിച്ച് എന്താണ്? അള്ളയിൽ വിശ്വസിച്ചാൽ അള്ളാഹ് അയച്ച ദൂതന്മാരിലും വിശ്വസിക്കണം. അത് ഖുർആനിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞ സംഗതിയാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ട്. ഏത്? യുഫർരിഖൂന ബൈനല്ലാഹി വറസുലിഹി. അത് അന്നും ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടായിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞാലേ നമ്മൾ വിശ്വസിക്കും, റസൂൽ പറഞ്ഞാലേ വിശ്വസിക്കാൻ കാര്യമില്ല. അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. ഇപ്പൊ ഒന്നാമത്തെ വിഭാഗം യക്ഫറൂന ബില്ലാഹി വറസൂലിഹി, അള്ളയിലും അവന്റെ റസൂലുമാരിലും അവിശ്വസിക്കുന്നു. രണ്ടാമത്തെ വിഭാഗം യുഫർരിഖൂന ബൈനല്ലാഹി വറസൂലിഹി, അള്ളയിലോ റസൂലിലോ മാത്രം വിശ്വസിക്കുക. ഒന്നുമില്ല അള്ളയിൽ വിശ്വസിക്കുക, റസൂൽ വിശ്വസിക്കാതിരിക്കുക, അല്ലെങ്കിൽ റസൂൽ വിശ്വസിക്കുക, അള്ളയിൽ വിശ്വസിക്കാതിരിക്കുക. കാരണം റസൂൽ ഒന്ന് നേർക്ക് നേരെ പറഞ്ഞു, ഞങ്ങളോടൊപ്പം ജീവിച്ച റസൂലാണ്. ആ റസൂലിന്റെ കുറെ ആൾക്കാരില്ലേ, ഞങ്ങള് റസൂലിനാണ് സക്കാത്ത് കൊടുത്തിരുന്നത്, റസൂൽ മരിച്ചു പോയപ്പോ എന്ത് ചെയ്തു? ഇനി ഞങ്ങൾ റസൂലിന്റെ ഖലീഫയ്ക്ക്, പ്രതിനിധിക്കൊന്നും സക്കാത്ത് കൊടുക്കേണ്ടതില്ല, ഞങ്ങൾ സക്കാത്ത് തരില്ല എന്ന് പറഞ്ഞ ആൾക്കാരില്ലേ. അപ്പൊ അവരിൽ ആരില്ല വിശ്വസിച്ചത്? ദൂതൻ ഉണ്ടായിരുന്നപ്പോൾ അവർ വിശ്വസിച്ചു, ദൂതൻ പോയപ്പോ എന്ത് ചെയ്തു? നമ്മൾ സക്കാത്തൊന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞു. അല്ല, അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞു, തീർച്ചയായും നമസ്കാരത്തിനും സക്കാത്തിനുമിടയിൽ വേർതിരിവ് കൽപ്പിച്ചവനോട് നാം യുദ്ധം ചെയ്യുക തന്നെ ചെയ്യുന്നു. അപ്പൊ അതൊരു വിഷയമാണ്. അപ്പൊ യുരീദൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറസുലിഹി, അള്ളയെയും ദൂതന്മാരെയും തമ്മിൽ വേർപെടുത്താൻ ആഗ്രഹിക്കുന്നവർ. വേർപെടുത്താൻ എന്ന് പറഞ്ഞാൽ അള്ളയിൽ മാത്രം വിശ്വസിക്കുക എന്ന് പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ റസൂലുമാരിൽ മാത്രം വിശ്വസിക്കുക എന്ന് പറയുന്നത്. ഇത് രണ്ടും തെറ്റാണ്. മറിച്ച് എന്താണ്? അള്ളയിലും വിശ്വസിക്കണം, ദൂതന്മാരിലും വിശ്വസിക്കണം. അപ്പൊ അങ്ങനെ പറയുന്നവരാണ് അടുത്ത വിഭാഗം. മൂന്ന് വിഭാഗമായി. അപ്പം അള്ളയിലും റസൂലിനും അവിശ്വസിക്കുന്നവർ, അള്ളയിൽ മാത്രം വിശ്വസിക്കുന്നവർ, റസൂലിൽ മാത്രം വിശ്വസിക്കുന്നവർ. വയഖൂലൂന നുഅ്മിനു ബിബഅദിൻ, അടുത്ത വിഭാഗം എന്താ? വയഖൂലൂന നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദ്, ഞങ്ങൾ മുഹമ്മദ് നബിയിലല്ലാതെയുള്ള അതിന് മുമ്പുള്ള നബിമാരെല്ലാം വിശ്വസിക്കുന്നു. വയഖൂലൂന നുഅ്മിനു ബിബഅദിൻ, ഞങ്ങൾ ചില നബിമാരിൽ വിശ്വസിക്കുന്നു. നുഅ്മിനു ഞങ്ങൾ വിശ്വസിക്കുന്നു, ബിബഅദിൻ ചിലരിൽ, വനക്ഫുറു ബിബഅദിൻ ചിലരെ ഞങ്ങൾ അവിശ്വസിക്കുന്നു എന്ന് പറയുന്ന വേറൊരു വിഭാഗം. ചില നബിമാരിൽ വിശ്വസിക്കുക, ചില നബിമാരിൽ വിശ്വസിക്കാതിരിക്കുക.
വയുരീദൂന അൻ യത്തഖിദു ബൈന ദാലിക സബീല. ഇതിനിടയിലെല്ലാം വേറെ തരത്തിലുള്ള സബീൽ സ്വീകരിക്കുന്നവർ. വയുരീദൂന അവർ ഉദ്ദേശിക്കുന്നു, ആഗ്രഹിക്കുന്നു, അൻ യത്തഖിദു ബൈന ദാലിക അവയ്ക്കെല്ലാം ഇടയിൽ, അവയ്ക്കിടയിൽ സബീല വഴി, വേറൊരു വഴി സ്വീകരിക്കുന്നവർ. ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖാ, അവരാണ് യഥാർത്ഥ മറച്ചു വയ്ക്കുന്നവർ. ഹുമുൽ കാഫിറൂന ഹഖ്ഖാ, നേരത്തെ പറഞ്ഞ അവിശ്വസിക്കുന്നവരെന്ന് പറഞ്ഞാൽ, അല്ലാതെ പറഞ്ഞ യഥാർത്ഥത്തിൽ മറച്ചു വയ്ക്കുന്നവരാ അവരാണ്. കാരണം എന്താ? അവർക്ക് ഞങ്ങൾ ചില നബിമാരിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നബി വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആ നബി കൊണ്ടുവന്ന ഗ്രന്ഥത്തിൽ ഇനി വരാൻ പോകുന്ന നബിമാരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ആ നബിയിലും വിശ്വസിക്കൽ അവർക്ക് ബാധ്യതയായി. ഏതൊരു നബി വന്നിട്ടുണ്ടോ ആ നബി കൊണ്ട് വിശ്വസിച്ചാൽ ആ നബി കൊണ്ടുവന്ന അധ്യാപനങ്ങളിൽ, ആ നബി പഠിപ്പിച്ച അധ്യാപനങ്ങളിലും, അതേപോലെ ആ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വീകരിച്ച് പഠിപ്പിച്ചിട്ടുള്ള അധ്യാപനങ്ങളിലും, ആ നബി കൊണ്ടുവന്നിട്ടുള്ള ഗ്രന്ഥത്തിലും വരാൻ പോകുന്ന നബിമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ വരാൻ പോകുന്ന, അദ്ദേഹത്തിന് ശേഷം വരാൻ പോകുന്ന ഒരു നബിയെ കുറിച്ചെങ്കിലും പറയാതിരിക്കില്ല. അപ്പൊ ആ നബിയിൽ വിശ്വസിക്കണം. അപ്പൊ ആ നബിയിൽ വിശ്വസിച്ചാൽ ആ നബി കൊണ്ടുവന്ന കിതാബിലും, ആ നബി പഠിപ്പിച്ച അധ്യാപനങ്ങളിലും അദ്ദേഹത്തിന് ശേഷം വരുന്ന നബിമാരെ കുറിച്ച് പറഞ്ഞു. ഏതെങ്കിലും ഒരു നബിയിൽ വിശ്വസിച്ചാൽ പിന്നെ എല്ലാ നബിയിലും വിശ്വസിക്കൽ ഓട്ടോമാറ്റിക്കായിട്ട് നിർബന്ധമാകും. കാരണം എന്താ? ആ അധ്യാപനങ്ങളിൽ അദ്ദേഹം പഠിപ്പിച്ച് കൊണ്ടുവന്ന കാര്യങ്ങളിലും, അദ്ദേഹം പഠിപ്പിച്ച അധ്യാപനങ്ങളിലും അതിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എത്ര രൂപയായി? ഈ സഹിക്കാത്തവരാണ് പറഞ്ഞത്. ഇത്ര റുപ്യ അടച്ചിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്ത ഉടനെ ഞാൻ ഓൺ ചെയ്തോളെ, പിന്നെ കുഞ്ഞുങ്ങളെ അറിയുന്നത് കേൾക്കും. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ അള്ളയിലോ റസൂലിലോ ഏതെങ്കിലും ഒരു റസൂലിലോ വിശ്വസിക്കാതിരിക്കുക എന്നത് അവരാണ് യഥാർത്ഥ സത്യനിഷേധികൾ. ഹുമുൽ കാഫിറൂന ഹഖ്ഖൻ വഅഅ്തദ്ന, അഅ്തദ അൻസല ഗ്രൂപ്പ്, അഅ്തദ നാം ഒരുക്കി വെച്ചു, അഅ്തദ ഒരുക്കി വെച്ചു, അഅ്തദ്ന നാം ഒരുക്കി വെച്ചു, ലിൽകാഫിരീന അദാബൻ മുഹീന. ഇങ്ങനെയുള്ള സത്യനിഷേധികൾക്ക് ഈ പറഞ്ഞ ആണ് യഥാർത്ഥത്തിൽ മറച്ചു വെക്കുന്നവർ, അവരാണ് സത്യത്തെ മറച്ചു വെക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്തിരിക്കുന്നു? അദാബൻ മുഹീന. ഈ ചോദ്യത്തിന് ഉത്തരം പറയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉത്തരം പറയാത്തവരുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല എന്നെങ്കിലും പറയണം. ഞാനുണ്ട് ഉസ്താദേ, അറിയില്ല. അറിയില്ല എന്ന് പറയണമായിരുന്നു, ഗ്രൂപ്പിൽ പറയണം. അതാണ് പ്രതികരിക്കുക എന്ന് പറഞ്ഞത്. ഇങ്ങനെ പ്രതികരിക്കാത്തവരെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫിൽട്ടർ ചെയ്ത് അങ്ങോട്ടങ്ങോട്ട് പോകും. ഫിൽട്ടർ ചെയ്ത് നിങ്ങളങ്ങ് മറക്കപ്പെട്ടു പോകും. പിന്നെ നിങ്ങൾ റിമൂവ് ചെയ്തതോ നിങ്ങൾ വരാത്തതോ പ്രതികരിക്കാത്തതോ ഒന്നും നിങ്ങൾ തന്നെ അറിയില്ല. നമുക്ക് പ്രതികരിക്കുന്നവരെ ആണ് വേണ്ടത്. അതാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതിനകത്ത് അറിയില്ല എന്ന് പറയാൻ പറഞ്ഞില്ലേ? പറയാൻ പറഞ്ഞില്ലെങ്കിൽ നോട്ട് ചെയ്യാം. എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല, കണ്ടെത്താൻ പറഞ്ഞു, കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നെങ്കിലും പറയണം. അപ്പോ ഉത്തരം പലരും പറഞ്ഞു. പറഞ്ഞവരെല്ലാം മിക്കവാറും പേര് പറഞ്ഞത് എന്റെ ഓർമ്മയിൽ ശരി ഉത്തരമാണ്. ആരോ ഒരാളെ തെറ്റിച്ച് പറഞ്ഞിട്ട് അത് മാറ്റി പറഞ്ഞത്. വേറൊരു വാക്കാ പറഞ്ഞത്. കേൾക്കാണോ വേറൊരു വാക്ക് പറഞ്ഞത്? ഇതിൽ വേറൊരു വാക്ക്, തൊട്ടടുത്ത വാക്കിന്റെ അർത്ഥം പറഞ്ഞവരുണ്ട്. അതിനുശേഷം പിന്നെ പറഞ്ഞെല്ലാം അഹാന, മുഹീൻ, അഹാന. അപ്പോ മുഹീൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? അതാ പഠിച്ചു, അതാ. അപ്പോ മുത്തിയൻ ഇടയിൽ ദുർബലാക്ഷരമുള്ള 3+ ക്രിയയാണ്. അതാ അനുസരിച്ചു, മുത്തിയൻ അനുസരിക്കുന്നു. അപ്പൊ മുഹീനൻ, അഹാന നിന്ദ്യമാക്കി, മുഹീനൻ നിന്ദ്യമാക്കുന്നത്. ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖൻ വഅഅ്തദ്നാ ലിൽ കാഫിരീന അദാബൻ മുഹീന. അവർക്ക് നിന്ദ്യമായ ശിക്ഷ. വേദനാജനകം മാത്രമല്ല, അവർക്ക് നിന്ദ്യമായ ശിക്ഷ.
വളരെ മോശമായ നികൃഷ്ടമായ രീതിയിലുള്ള ശിക്ഷയാണ്. കാരണം എന്താണ്? അവർ ചില നബിയാരിൽ വിശ്വസിക്കുക, ചില നബിയാരിൽ അവിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാ നബിമാരിലും അവിശ്വസിച്ചതിന് തുല്യമാണ്. അള്ളാഹയും റസൂലിനെയും തമ്മിൽ വേർപെടുത്തിയാൽ, അള്ളാഹിൽ വിശ്വസിക്കുകയും റസൂലിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്താൽ അതെന്താണ്? അത് വേറൊരു മോശമായ പ്രവൃത്തിയാണ്. അങ്ങനെയുള്ളവർക്ക് മോശമായ ശിക്ഷയാണ്. ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖൻ വഅഅ്തദ്നാ ലിൽകാഫിരീന അദാബൻ മുഹീന വല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി വലം യുഫർരിഖൂ ബൈന അഹദിൻ. ഓപ്പോസിറ്റ് ആണ് പറയുന്നത്. വല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. ഇതോടെ മനസ്സിലാക്കേണ്ടത് എന്താ? വല്ലദീന എന്ന ഒരു വിഭാഗം. ഈ ലാംഗ്വേജ് പഠിക്കുമ്പോൾ ശരിയായി പഠിക്കണം. ശരിയായി പഠിക്കാതിരുന്നാൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞാൽ ആഹാ അത് ശരിയാണല്ലോ എന്ന് തോന്നി. അല്ലദീന ഒരു വിഭാഗം. അല്ലദീനയുടെ വിശേഷം എന്താ? ആമനു ബില്ലാഹി വ റസൂലിഹി. അവര് അള്ളയിലും വിശ്വസിച്ചു, റസൂലിലും വിശ്വസിച്ചു. അങ്ങനെയുള്ളതായ ഒരു വിഭാഗം. അപ്പൊ ഒരു വിഭാഗം ഇല്ലല്ലദീന ആമനു പറഞ്ഞപ്പോ ഞാൻ പറയുന്നത് അല്ലദീനയ്ക്ക് ശേഷം രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യവും കൂടെ ഉള്ള ഒരു വിഭാഗമാണ്. രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യമുള്ള വിഭാഗമല്ല. അല്ലദീന ആമനു ബില്ലാഹി വ റസൂലിഹി. പിന്നെന്ത് പറഞ്ഞു? വലം യുഫർരിഖൂ ബൈന അഹദിൻ മിൻഹും. നിങ്ങൾ കാണുന്നവരെ എനിക്ക് സ്ക്രീൻ കാണില്ല. ബൈന അഹദിൻ മിൻഹും. അവരിൽ ആർക്കിടയിലും, അവരിൽ ഒരാൾക്കിടയിലും വിവേചനം കാണിക്കാതിരിക്കുകയും ചെയ്തവർ. അപ്പൊ വല്ലദീനയുടെ എന്തെല്ലാം ഗുണങ്ങൾ പറഞ്ഞു? ഒന്ന് ആമനു ബില്ലാഹ്, രണ്ട് വറസൂലി, മൂന്ന് അങ്ങ് മൂന്ന് കാര്യങ്ങളും ഉള്ളതായ ഒരു വിഭാഗം. അവരെന്താണ്? ഉലൈക സൗഫ യുഅ്തീഹിം ഉജൂറ. അവർക്ക് അവൻ അവരുടെ പ്രതിഫലം നൽകും. സൗഫ യുഅ്തീഹിം ആര് നൽകും? ആമനു ബില്ലാ എന്നാണ് ആദ്യം പറഞ്ഞത്. ആ ബില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ് നൽകും, അവൻ നൽകും. കാരണം നമ്മൾ യുഅ്തി എന്ന് പറയുമ്പോൾ അവൻ നൽകും. ആത യുഅ്തി, അവൻ നൽകും. അപ്പൊ അവൻ തൊട്ട് മുമ്പുള്ള അനുയോജ്യമായ നാമത്തിലേക്ക് മടങ്ങണം എന്നാണ്. ഏത് നാമത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പിന്നിലേക്ക് പോയി നോക്കണം. പോയി നോക്കിയാൽ അള്ളാഹ് എന്ന വാക്ക് കിട്ടും. പിന്നീട് പറഞ്ഞ റസൂൽ എന്താണ്? റസൂലിഹി എന്നാണ് പറഞ്ഞ, അവന്റെ ദൂതന്മാർ എന്നാണ്. അപ്പൊ അതെന്താണ്? ബഹുവചനം കൂടിയാണ്. യുഅ്തി എന്ന് പറയുന്ന കർത്താവ് ബഹുവചനത്തിലേക്ക് മടക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ്? അള്ളയാണ് കൊടുക്കുന്നത്. യുഅ്തിഹിം അവർക്ക് നൽകും, അല്ലദീനയ്ക്ക് നൽകും. അല്ലദീന എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിന് നൽകും. ഉജൂറഹും അവരുടെ കൂലിയെല്ലാം, അവരുടെ കൂലികൾ. വകാന അല്ലാഹു ഗഫൂറർ റഹീം. അള്ളാഹ് പുറത്തു കൊടുക്കും. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ട് അവനോട് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹ് പുറത്തു കൊടുക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ വിവേചനം കൽപ്പിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് പശ്ചാത്തപിച്ച് മടങ്ങാം. അള്ളാഹ് പുറത്തു കൊടുക്കും. അവൻ കരുണാമയനുമാണ്. ലീവ് പറഞ്ഞവരും എല്ലാം എത്തിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. പ്രസന്റ് കൂടുതലാണ് കാണിക്കുന്നത്. നമ്മളൊരു സീരിയസ് ചർച്ചയിലേക്ക് പോയത് നന്നായി. യസ്അലുക അഹ്ലുൽ കിതാബി അൻ തുനസ്സില അലൈഹിം കിതാബൻ മിനസ് സമാ. ഇത് വേറൊരു സംഭവമാണ്. നമ്മള് ഇതിന്റെ ഏകദേശം ഈ വിഷയം വന്നിട്ടില്ലെങ്കിലും നമുക്ക് പറഞ്ഞു നോക്കാം. ബഖറയിൽ നമ്മൾ കുറെ സൂചന വന്നിട്ടുണ്ട്. യസ്അലുക അഹ്ലുൽ കിതാബ്, വേദക്കാര് നിന്നോട് ചോദിക്കുന്നു, അൻ തുനസ്സില അലൈഹിം കിതാബൻ മിനസ് സമാ, നീ ആകാശത്ത് നിന്നും അവർക്ക് ഒരു കിതാബ് ഇറക്കി കൊടുക്കാൻ. അൻ തുനസ്സില, നീ ഇറക്കി കൊടുക്കാൻ, അലൈഹിം അവർക്ക്, കിതാബൻ കിതാബിനെ, മിനസ് സമാ ആകാശത്ത്. ഫഖദ് സഅലു മൂസ, ഫഖദ് സഅലു, they have already asked, നേരത്തെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കത്, മുമ്പ് തന്നെ നടന്നു കഴിഞ്ഞു എന്നാണ് കത് പറഞ്ഞാൽ. ഓൾറെഡി
അത് സായു മൂസ, നേരത്തെ തന്നെ മൂസ അലൈഹി ഇസ്ലാമിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അക്ബർ മിൻ ദാലിക്, ഇതിനേക്കാളും വലുത്, ഇതിനേക്കാളും വലുത്, മിൻ ദാലിക, അതിനേക്കാളും വലിയ കാര്യം അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഖാലു, എന്താണ് ചോദിച്ചത് അവര്? ഖാലു, അവർ ചോദിച്ചു, അരിനല്ലാഹ, അരിനല്ലാ എന്ന അരിന എന്ന് പറഞ്ഞതിന്റെ മാവി ഒന്നാമത്തെ രൂപം എന്താ? മാവിയുടെ ആദ്യ രൂപം അറ, കാണിച്ചു കൊടുത്തു. അറ കാണിച്ചു കൊടുത്തു. അറായി, അതിന്റെ കൽപ്പനയാണ് അരി. അരിന, ഞങ്ങൾക്ക് നീ കാണിച്ചു തരൂ, ഞങ്ങൾക്ക് നീ കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. അള്ളയെ കാണിച്ചു തരൂ. ഇതാണ് നമ്മൾ ബക്കറയിൽ പഠിച്ചത്. ബക്കറിൽ എന്ത് പഠിച്ചു? മറന്നുപോയാ? നോക്ക്, അരിനല്ലാഹ ജഹ്റത്തൻ, ജഹ്റത്തായിട്ട് കാണണമെന്ന് പറഞ്ഞു. ജഹ്റത്തിന് എന്താ അർത്ഥം പറഞ്ഞു എഴുതുന്നത്? അപ്രത്യക്ഷമായ ഏത്? ജഹ്ർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമാകൽ അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ. വെളിപ്പെട്ടതായതിനാണ് ജഹ്റത്ത് എന്ന് പറയുന്നത്. ആ വിശേഷണം ഉള്ളതായ വസ്തുവാണ്, സംഗതിയാണ് ജഹ്റത്ത്. അപ്പൊ അരിനല്ലാഹ ജഹ്റത്തൻ, പ്രത്യക്ഷമായ നിലയിൽ അള്ളയെ കാണിച്ചു തരുമെന്ന് പറഞ്ഞു. ഇതാണ് ഇപ്പൊ അവര് പറയുന്നത് ഒരു കിതാബ് ഇറക്കി തരുമെന്നാണ്. പണ്ട് അള്ളയെ തന്നെ കാണിച്ചു തരാൻ പറഞ്ഞാൽ അതാണ് സഅലു മൂസ അക്ബറ മിൻ ദാലിക ഫഖാലു അരിനല്ലാഹ ജഹ്റത്തൻ. അവർ പറഞ്ഞില്ലേ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹ്റത്തൻ. പഠിച്ചായിരുന്നോ? ഞങ്ങള് പ്രത്യക്ഷത്തിൽ തന്നെ അള്ളയെ കാണുന്ന, പ്രത്യക്ഷത്തിൽ തന്നെ അള്ളയെ കാണുന്നവരെ ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞത്. ഫഖാലു അരിനല്ലാഹ ജഹ്റത്തൻ ഫഅഖദത്ഹുമുസ്സാഇഖത്തു. മൂസാ നബി അലൈഹി ഇസ്ലാമയും 40 പ്രതിനിധികളുമായി പോയല്ലോ. പോയ സന്ദർഭത്തിൽ അവർ അള്ളാഹ് കിതാബും സുഹുബും മറ്റു കാര്യങ്ങളെ കൊടുത്തു. ഇതൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ അള്ളാഹുമായിട്ട് സംഭാഷണം നടത്തി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, നീ സംഭാഷണം നടത്തിയെന്ന് പറഞ്ഞു. ചില ആൾക്കാരെന്ന് പറഞ്ഞു, എല്ലാവരും അല്ല, ചില വിവരമില്ലാത്തവരെന്നാണ് പറഞ്ഞത്. ചില വിവരമില്ലാത്തവർ പറഞ്ഞു, നീ അങ്ങനെ അള്ളാഹയോട് സംസാരിച്ചെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളങ്ങനെ വിശ്വസിച്ചു. അതിനെയാണ് അങ്ങനെ ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ എന്ന്. അതാണ് പറഞ്ഞത്. ഖാലു അരിനല്ലാഹ ജഹ്റത്തൻ. അപ്പൊ എന്ത് സംഭവിച്ചു? ഘോര ശബ്ദം, ഇടിനാദം. സഅഖത്തിന്റെ ബഹുവചനമാണ് സവാഇഖു. ബക്കറി പഠിച്ചല്ലോ നമ്മൾ സവാഇഖ്. അത് തന്നെ. അപ്പൊ സവാഇഖുവിന് എന്തുകൊണ്ട് അവിടെ കസ്ർ വന്നു? കസ്ർ വന്നു. മുൻകടന്നു വന്നത് കൊണ്ട് കസ്ർ വന്ന അല്ലല്ല സവാഇഖ് അവിടെ അലിഫ്ലാം ഉണ്ട് കേട്ടോ. അതെ, ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ. അവിടെ ഒരു വാവില്ലേ? അവിടെ സവാഹിക്കു, ഇവിടെ സാഹിക്കു അല്ലേ? അത് ബഹുവചനം. നിങ്ങൾ നല്ലപോലെ നോക്കുക. ഒന്നുകിൽ സ്ക്രീനിൽ നോക്കുക, അല്ലെങ്കിൽ കിതാബിലും. അവിടെ സവാഴക്കി എന്നാണ് പറയുന്നത്. മിനസ്സവാഴക്കി. ഇവിടെ സാഴക്കത്താണ്. ഇതിൽ എഴുതി തന്നിട്ടുണ്ട്. എഴുതി തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ക്ലാസിന്റെ അവസാന നിമിഷം വരെയും ഗ്രൂപ്പിൽ എന്താണോ വരുന്നത് അത് കൃത്യമായിട്ട് നോക്കിയിരിക്കണം. കുറച്ച് സമയം, അതായത് നമ്മൾ ഒന്നിന് ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് സമയം നമ്മൾ ഒരുപാട് അധ്വാനം, മൈൻഡൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. അതിനുവേണ്ടി ഒരുപാട് പണിയെടുക്കും. കുറച്ച് സമയം പഠിച്ചാൽ മതി, ഭാരമേറിയ പണിയൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അതിന് സാഴക്കത്തും സവാഴക്കു എഴുതി തന്നിട്ടുണ്ട്. സവാഴക്കു സാഴക്കത്തുൻ. അവിടെ സവാഴക്ക് എന്താണ്? വാവുണ്ട്. സവാഴക്കു
മസ്ജിദുൻ മസാജിദു, മസ്ജിദുൻ മസാജിദു. സാഴക്കത്ത് വരുമ്പോഴത്തേക്ക് എന്താണ്? സാഴക്കത്തിന് അവിടെ ദുർബലാക്ഷൻ, സാഴക്കത്ത്, സാഴക്കത്ത് അലിഫോൺ ബഹുജനമായപ്പോ സവാഴത്തോന്നു. മിസ്കീൻ, മിസ്കീന്റെ ബഹുജനം എന്താ? മിസ്കീനുൻ മസാകീനു, മിസ്കീനുൻ മസാകീനു. അപ്പൊ അങ്ങനെ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യുന്നത്? കളക്ട് ചെയ്തിട്ട് എഴുതി വെച്ചിരുന്നാല് പിന്നെ പ്രശ്നമൊന്നും വരില്ല. സാഴക്കത്തൻ സവാഴത്തു. മിഹിം, അവരുടെ അക്രമം കാരണം അതൊരു ദുൽമായിരുന്നു. ഈ ദുൽമ എന്താ? അള്ളാഹ് നേരിട്ട് തന്നെ കാണട്ടെ എന്ന് പറഞ്ഞു. കാരണം ഒരു ദൂതൻ, ആ ദൂതൻ അള്ളാഹുമായിട്ടുള്ള വാഗ്ദാനം മിയാദനുസരിച്ച്, എന്താണ് വാഗ്ദത്ത സമയം കാണാൻ വേണ്ടിയുള്ള മീറ്റിംഗ് ടൈം അനുസരിച്ച്, അപ്പോയിന്റ്മെന്റ് ടൈം അനുസരിച്ച് അവിടെ പോയി കണ്ടു, സംഭാഷണം നടത്തി. അദ്ദേഹം കിതാബും കാര്യങ്ങളൊക്കെ ലഭിച്ചത് കാണിച്ചു കൊടുത്തു. ഇനി ഞങ്ങൾക്ക് അള്ളാഹ് നേരിട്ട് കാണണമെന്നൊക്കെ പറയുന്നതാണ്. അത് ഭയങ്കര കൊടിയ അക്രമമായിരുന്നു. കാരണം ഈ ദൂതനാണ് അവരെ അവരനുഭവിച്ചു കൊണ്ടിരുന്ന മർദ്ദന പീഡനങ്ങളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി മോചിപ്പിച്ച് ക്രൂരനായ ഭരണാധികാരിയിൽ നിന്നും മോചിപ്പിച്ച് വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് മഞ്ഞും സൽവയൊക്കെ കൊടുത്ത് അവര് ഒന്നും അനങ്ങാതെ, കയ്യും മെയ്യും അനങ്ങാതെ സുഭിക്ഷമായി ആഹരിച്ചുകൊണ്ട്, ഒരു മേലാപ്പുമില്ലാതെ മേഘത്തണൽ ലഭിച്ചുകൊണ്ട്, എയർ കണ്ടീഷൻ അവർക്ക് അള്ളാഹ് പ്രത്യേകം അവരെവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ എന്താണ് എയർ കണ്ടീഷൻ അതൊക്കെ നൽകി കൊണ്ടുവന്ന. ഇതെല്ലാം മനസ്സിലാക്കിയാലേ ആ ദുൽമ നമുക്ക് മനസ്സിലാവുള്ളൂ. അവർ കൊടിയ അക്രമത്തിന് വിധേയനായിരുന്നു, പീഡനത്തിന് വിധേയനായിരുന്നു. അവിടെ നിന്നും രക്ഷപ്പെടുത്തിയാണ് അവിടെ കൊണ്ടുവന്നത്. കടലിൽ മുങ്ങിപ്പോകുമെന്ന ധാരണയുണ്ടായി. അവിടെ നിന്ന് കടൽ പിളർത്തി അവിടെ നിന്ന് അപ്പുറത്ത് കൊണ്ടുവന്നു, വാഗ്ദത്ത ഭൂമിയിൽ കൊണ്ടുവന്നു. അവർ ഒരു അധ്വാനമില്ലാതെ ആഹാരം ലഭിച്ചു. വെള്ളം വേണമെന്ന് പറയുമ്പോൾ വെള്ളം കിട്ടി, ആഹാരം വേണമെന്ന് പറയുമ്പോൾ ആഹാരം കിട്ടി. എല്ലാം കഴിഞ്ഞിട്ട് അള്ളാഹ് കാണാൻ പോകുന്നു. എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും കൊണ്ടുവരാൻ പറഞ്ഞു, തിരഞ്ഞെടുത്ത വ്യക്തിത്വങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ കൊണ്ടുവന്നു, സംഭാഷണം നടത്തി. ഇത് കിട്ടിയിരിക്കുന്നു, ഗ്രന്ഥങ്ങൾ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം അള്ളാഹ് ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലല്ലോ നീ. അപ്പൊ അത് ആ ദൂതനോടും അള്ളയോടും ചെയ്ത ദുൽമാണെന്നാണ്. സുമ്മ എന്ന് പറഞ്ഞാൽ അതിനുശേഷം എന്നല്ല, അതിനും പുറമേ എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിന് തൊട്ടുടനെയല്ല അടുത്ത സംഭവം നടന്നു. അതിനും പുറമേ, അതായത് സംഭവം അവിടെ പോയ സമയത്താണ് ഇവിടെ എന്ത് ചെയ്തത്? പിന്നെ കാളക്കുട്ടി ആരാധിക്കാൻ തുടങ്ങി. വിഷയം പറയുന്നത് പറഞ്ഞാൽ അതിന് ശേഷം എന്ന അർത്ഥത്തിലല്ല, അതിനുമൊക്കെ പുറമേ സുമ്മത്തഹദുൽ, പിന്നെ ഒരു വിഭാഗം, നേരത്തെ പറഞ്ഞത് അള്ളാഹെ കാണണം എന്ന് പറഞ്ഞ ഒരു വിഭാഗമാണ്. സുമ്മത്തഹദു, പിന്നീട് അവർ സ്വീകരിച്ചു. എജില എന്താണ്? പശുക്കുട്ടി. അവർക്ക് സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടിയതിന് ശേഷം, അപ്പൊ ഇതായത് നമ്മളിപ്പം കാണുന്ന ആ ജൂതന്മാരെ ഒന്ന് കണ്ട് സങ്കല്പിച്ചു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു അവസ്ഥ? പിന്നിലേക്ക് നമ്മൾ പോയാൽ അവരുടെ തനി സ്വഭാവം നമുക്ക് മനസ്സിലാവും. അതിനുമൊക്കെ പുറമെ അവർക്ക് വ്യക്തമായ ദൃഷ്ടാന്തം വന്നു കിട്ടിയതിന് ശേഷം അവരെന്ത് ചെയ്തു? കാളക്കുട്ടിയെ ആരാധ്യ വസ്തുവായി സ്വീകരിച്ചു. കാളക്കുട്ടിയെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇലാഹായി സ്വീകരിച്ചു എന്നാണ്. അവർക്ക് അറിയാത്തത് കൊണ്ടാണോ? അവർക്ക് സുവ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷം അതും നാം എന്ത് ചെയ്തു? അവർക്ക് മാപ്പ് ചെയ്തു. അപ്പൊ ആഫായുടെ കൂടെ എന്ത് വേണം? അൻ വേണം. എന്ത് മാപ്പ് ചെയ്ത് കൊടുത്തു എന്ന് പറയാൻ വേണ്ടി അൻ വേണം. അതേപോലെ കാഫ് അന്നി എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ എന്താ കാഫ് അന്നി എന്ന് പറഞ്ഞാൽ എനിക്ക് മാപ്പ് നൽകുക. കാഫ് അന്നി, എനിക്ക് മാപ്പ് നൽകുക.
ഇവിടെ എന്താണ് അൻദാലിക്ക എന്ന് പറഞ്ഞാൽ ആ വിഷയം അഫൗന നാം മാപ്പ് നൽകി അൻദാലിക്ക ആക്കരുത്. ആതൈന മൂസ സുൽത്താനൻ മുബീന, മൂസാക്ക് നാം എന്ത് ചെയ്തു? വ്യക്തമായ സുൽത്താൻ, തെളിവ്, പ്രമാണം, ആധിപത്യം എല്ലാം ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിരുന്നില്ലേ മൂസാ നബി അലൈഹി സ്വലാം? എല്ലാം നൽകി. സുൽത്താനൻ മുബീന. വറഫഅന ഫൗഖഹും അത്തൂറ, നാം എന്ത് ചെയ്തു? വറഫഅന ഫൗഖഹും, അവർക്ക് മീതെ, നമ്മളത് പഠിച്ചതാണ്. ഇതിന് തൂർ പർവ്വതത്തെ അവർക്ക് മീതെ, ബിമീസാഖിഹിം, അവരുടെ കരാറിൽ. അപ്പോ ബഖറയിൽ നമ്മൾ പഠിച്ചത് അവർക്ക് നാം എന്ത് ചെയ്തു? വറഫഅന ഫൗഖഹും അത്തൂറ. വറഫഅന ഇതേ വാക്ക് തന്നെയാണ് എന്തായാലും തൂർ പർവ്വതത്തെ അവർക്ക് മീതെ ഉയർത്തി എന്ന കാര്യം ബഖറയിലും പറഞ്ഞു. ബിമീസാഖിഹിം, അവരോട് കരാർ വാങ്ങുന്ന സന്ദർഭത്തിൽ, കേട്ടോ, അവരോട് കരാർ വാങ്ങുന്നതിന് വേണ്ടി ബിമീസാഖിഹിം, അപ്പൊ അവരോട് കരാർ വാങ്ങുന്ന സന്ദർഭത്തിൽ അവരെ എന്ത് ചെയ്തു? അവർക്ക് മീതെ തൂർ പർവ്വതത്തെ നാം ഉയർത്തി നിർത്തി. ഇത് അവർ പാലിക്കും എന്ന് അവരുമായി എന്ത് ചെയ്തു? ഉറപ്പ് വാങ്ങി. വഖുൽനാ ലഹും ഉദ്ഖുലുൽ ബാബ, വഖുൽനാ ലഹും, നാം പറഞ്ഞു, ഉദ്ഖുലുൽ ബാബ സുജ്ജദൻ. ഇത് ബഖറയിൽ പറഞ്ഞതാണ്. ഉദ്ഖുലുൽ ബാബ സുജ്ജദൻ, ഈ സുജൂദ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ കവാടം പ്രവേശിക്കാം. അപ്പൊ എന്താ പറഞ്ഞു അവരോട്? വഖൂലു ഹിത്തത്തുൻ എന്ന് പറഞ്ഞു, പാപമോചനം, പാപമോചനം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കയറേണ്ടത്. അവരെന്ത് പറഞ്ഞു? ഹിന്തത്തുൻ, ഹിന്തത്തുൻ, ധാന്യം വേണം, ധാന്യം വേണം എന്ന് പറഞ്ഞു. പാപമോചനം മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് അരി വേണം, ധാന്യങ്ങൾ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഉദ്ഖുലുൽ ബാബ സുജ്ജദൻ, നിങ്ങൾ സുജൂദിലായിക്കൊണ്ട്, കുനിഞ്ഞുകൊണ്ട്, നമിച്ചുകൊണ്ട് കയറുക എന്ന് പറഞ്ഞു, കവാടം കടക്കുക എന്ന് പറഞ്ഞു. വഖുൽനാ ലഹും ലാ തഅദൂ ഫിസ്സബ്ത്, അതായത് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതിക്രമം കാണിച്ചു. അതായത് അതിക്രമം കാണിച്ചു. ലാ തഅദൂ ഫിസ്സബ്ത്, നിങ്ങൾ എന്ത് ചെയ്യരുത്? അതിക്രമം കാണിക്കരുത്. ഫിസ്സബ്ത്, സബത്ത് നാളെന്ന് പറഞ്ഞാല് യൗമസബത്ത്, സാറ്റർഡേ. നമ്മൾ യൗമുൽ ജുമഅയാണ് നമുക്കുള്ളതെങ്കിൽ അവർക്ക് യൗമസബത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് ജുമാ ദിവസം, അവരുടെ ആഘോഷ ദിവസം, അല്ലെങ്കിൽ അവർക്ക് ആഴ്ചയിൽ നിശ്ചയിച്ചിരിക്കുന്ന ആ ദിവസം എന്തായിരുന്നു? സബത്തായിരുന്നു. ആ സബത്തിൽ നിങ്ങൾ അതിക്രമം കാണിക്കരുത് എന്ന്. വഅഖദ്നാ മിൻഹും മീസാഖൻ ഖലീള, അവരോട് നാം ഖലീൽ, ശക്തമായ സുദൃഢമായ നിങ്ങൾ കാണാൻ പഠിച്ചു വെച്ചിരിക്കുകയാണ് മറ്റേ പരിഭാഷ. ഖലീൽ എന്ന് പറഞ്ഞാൽ പരുഷൻ എന്നാണ്. വലൗകുന്ത ഫളൻ ഖലീലൽ ഖൽബി, അപ്പൊ എന്താണ്? ദൃഢമായ ഹൃദയം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പരുഷ ഹൃദയം. വലൗകുന്ത ഫളൻ ഖലീലൽ ഖൽബി ലംഫദ്ദു മിൻ ഹൗലിക. എവിടെ പഠിച്ചു നമ്മള്? ഇതിലാണ് പഠിച്ചത്. അത് വേറെ. അല്ല, ആ പെണ്ണുങ്ങൾ നിങ്ങളിൽ നിന്ന് ശക്തമായ കരാർ വാങ്ങിയിരുന്നു. സുഹൃത്ത് ആലി ഇമ്രാനിൽ പഠിച്ചത് അവരുടെ കൽബ് ഇതുപോലെയുള്ള എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഹൃദയം അത് ആലി ഇമ്രാൻ. പിന്നെ പെണ്ണുങ്ങള് കരാർ വാങ്ങിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മിൻകും മീസാഖൻ ഖലീള,
وكيف تأخذونه وقد أفضى بعضكم إلى بعض وأخذنا منكم ميثاقا غليظا. ഈ സുഹൃത്ത് ഓക്കെ. ഇവിടെ എന്താ പറഞ്ഞു? വഅഖദ്നാ മിൻഹും, നാം ആ ജൂതന്മാരിൽ നിന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു മീസാഖൻ ഖലീദൻ, ഉറച്ച കരാർ. അള്ളാഹെ മാത്രം ആരാധിക്കുമെന്നും പ്രവാചകനെ അനുസരിക്കുമെന്നും കിതാബ് അനുസരിച്ച് ജീവിക്കുമെന്നും. അതൊക്കെ എന്താണ്? ഇതൊക്കെ വലിയ സംഗതിയാ, പറയേണ്ട കാര്യമില്ല. അതാണ് കരാർ വാങ്ങിയത്. അത്രേ ഉള്ളല്ലേ? എന്താ അവര് പറഞ്ഞല്ലോ, സാലു മൂസ അക്ബർ വിചാരിക്കും ആയിരുന്നു അള്ളാഹ ജഹ്റത്തിനാണ്. അല്ല, അവരെന്ത് ചെയ്തു? ആകാശത്ത് നിന്നൊരു ആകാശത്ത് നിന്ന് ഒരു ഗ്രന്ഥം ഇറക്കി കൊടുക്കാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് അള്ളാഹ് ആകാശത്തിന് ഒരു ഗ്രന്ഥം ഇറക്കാൻ? അതിന് മറുപടി സൂറത്ത് ഫുർഖാനിൽ പറഞ്ഞിട്ടുണ്ട്. നീ ആകാശത്തിലേക്ക് കയറി പോവുകയും ആകാശത്ത് നിന്നൊരു ഗ്രന്ഥം കൊണ്ടുവരികയും ചെയ്താൽ ആകാശത്ത് നിന്ന് ഒരു ഗ്രന്ഥം നീ കൊണ്ടുവരികയും ചെയ്താൽ വലൗ നസ്സൽനാ അലൈക കിതാബൻ ഫീ ഖിർതാസിൻ, നാം വലൗ നസ്സൽനാ അലൈക കിതാബൻ, നാം നിനക്ക് ഒരു കിതാബ് ഇറക്കി തന്നു. ഫീ ഖിർതാസിൻ, പേപ്പറിലുള്ള. ഫലബസൂഹു ബിഐദീഹിം, അവർ അവരുടെ കൈ കൊണ്ട് തൊട്ടു നോക്കി. ഇത് പേപ്പർ തന്നെയാണ്, പേപ്പർ ദേവലോകത്ത് നിന്ന് ഇറങ്ങി വന്ന പേപ്പറാണ്. ഫലമസൂഹു ബിഐദീഹിം, അവരുടെ കൈ കൊണ്ട് തൊട്ടു നോക്കി. ഖാലല്ലദീന കഫറൂ ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ മുബീൻ, ഇതൊക്കെ വെറും മേജിക്കാണെന്ന് പറഞ്ഞു. അതൊക്കെ ഇവരെന്താണ്? ഇതെല്ലാം വെറും വാചാടോപങ്ങൾ മാത്രമാണ്. ഞങ്ങൾ അത് കാണിച്ചെന്നാൽ വിശ്വസിക്കാം, ഇത് കാണിച്ചെന്നാൽ വിശ്വസിക്കാം. ചില ആൾക്കാർ അങ്ങനെയൊക്കെ പറയൂല, ആ തെളിവ് കിട്ടിയിട്ട് ഈ തെളിവ് കിട്ടിയിട്ട് അങ്ങനെ തെളിവുണ്ടോ, ഇങ്ങനെ തെളിവുണ്ടോ, ബുഖാരിയിലുണ്ടോ, മുസ്ലിമിലുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. ഇതൊക്കെ എന്തിനാണ്? രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും അത് മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കൊക്കെ പല ദൃഷ്ടാന്തങ്ങളും അല്ലാഹ് കാണിച്ചു കൊടുക്കും. അതിനുശേഷം ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തെളിവുകളും ഖുർആനിൽ സമഗ്രമായി വന്നിട്ടുണ്ട്. അതെന്നും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ സുരക്ഷിതമായി നിലനിൽക്കുന്നുണ്ട്. അതിൽ വളരെ ആധികാരികമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട്, ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കിതാബിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ആ കിതാബ് ഇങ്ങനെ കോപ്പി അടിച്ച് കൊടുക്കല്ല. അതിലൊരുപാട് പഠനങ്ങൾ, അന്നു മുതൽ ഇന്ന് വരെയും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ശാഖയാണ്, ഇസ്ലാമിക വിജ്ഞാനീയത്തിലെ ഒരു ഭാഗമാണ് ഹദീസ് എന്ന് പറയുന്നത്. അപ്പൊ ഹദീസിന്റെ പ്രാമാണികത പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അന്ന് വരുന്നവരെ അതിന്റെ പ്രാമാണികതകളെ കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുക. ഖുർആനിലാണ് നിലനിൽക്കുന്നുണ്ട്. പിന്നെ വേറൊരു തെളിവിന്റെ കാര്യമൊന്നും ഇല്ല. ആകാശത്തു നിന്നും അടയാളങ്ങൾ കാണിച്ചെടുക്കേണ്ട കാര്യമൊന്നും, അമാനുഷിക ദൃഷ്ടാന്തങ്ങളൊന്നും കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ബൗദ്ധികമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ വിശ്വസിച്ച് അവരുടെ കാര്യം ഉറപ്പുവരുത്തുക. നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ നിർത്തുകയാണ്. വേറെ എന്തെങ്കിലും ഇതിൽ നമ്മൾ എഴുതി തരാത്ത, പറഞ്ഞു തരാത്ത എന്തെങ്കിലും സംഗതി സംശയം ഉണ്ടെങ്കിൽ കേക്ക് പറഞ്ഞ സംശയം, പ്രസക്തമായ സംശയം കിട്ടും. അവിടെ വാവുണ്ട്, ഇവിടെ വാവില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വിശദീകരിച്ചത്. വേറെ എങ്ങനെയുണ്ട് ഇപ്പൊ ഈ ഒരാഴ്ച വായിച്ചു നോക്കിയപ്പോഴും? കൂടുതൽ പിടുത്തം കിട്ടാൻ തുടങ്ങിയോ? എളുപ്പമാണ്, പിടുത്തം കിട്ടുന്നുണ്ട്. പക്ഷേ സമയമില്ല എന്നുള്ള പ്രശ്നമുണ്ട്. സമയമില്ലേ?
നമ്മളെ മിസ്റ്റർ പ്രധാനമന്ത്രിക്ക് എത്ര സമയമുണ്ട്? അങ്ങനെ ഓരോ വ്യക്തികളുടെയും പേര് നമ്മൾ ഈ വേദിയിൽ പറയാൻ പറ്റാത്തത്ര ആ വ്യക്തികളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. അവർക്കെല്ലാം നമ്മളെത്ര സമയമുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, ഒരു നിശ്ചിത സമയം ഇതിനു വേണ്ടി നീക്കി വെക്കുക. പിന്നെ വേറൊരു പണിയുണ്ട്, നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞിരുന്നു. നമ്മളൊരു ചെറിയൊരു നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതുക. രാവിലെ പലരും പറഞ്ഞപ്പോൾ 3 മണിക്ക് 4 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ആൾക്കാർ, 3-4 മണി വരെ 5 മണി വരെയൊക്കെ ഖുർആൻ പഠിക്കുന്ന ആൾക്കാർ. അപ്പൊ 4:30 പശു വരുമ്പോൾ എന്ത് ചെയ്യും? നമുക്കത് വേണ്ട. ഇതിനുണ്ട് ഇടയ്ക്ക് നോൺ ബ്രേക്കപ്പ് അല്ല ആയിട്ടുള്ള, ബ്രേക്ക് ആകാത്ത ഒരു നിശ്ചിത സമയം അവിടെ എഴുതി വെക്കണം. ഇത്ര മണി വരെ ഞാൻ ഖുർആൻ പഠിക്കും. അത് ലംഘിക്കാൻ പാടില്ല. ഇനിയെങ്കിലും നമ്മൾ അത് ലംഘിക്കാൻ പാടില്ല. നേരത്തെ നമ്മൾ ടാർഗറ്റ് ഗോൾ സെറ്റ് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിലൊക്കെ എഴുതി വെക്കാനൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ? ഞാൻ ഖുർആൻ പഠിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത് എഴുതി വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. പഠനം തുടങ്ങുന്ന തീയതി, ആഴ്ചയിൽ എത്ര യൂണിറ്റുകൾ പഠിക്കും, പഠനം പൂർത്തിയാകുന്ന തീയതി ഒക്കെ എഴുതിയിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള നിശ്ചിത സമയം, അത് കുറവാകട്ടെ കൂടുതലാകട്ടെ പ്രശ്നമില്ല. എത്ര കുറഞ്ഞാലും പ്രശ്നമില്ല, എത്ര കൂടിയാലും പ്രശ്നമില്ല. അതവിടെ എഴുതി വെക്കാൻ, ലംഘിക്കാൻ പാടില്ല. ചിലര് മാരുമോ രക്ഷാവരെ പഠിക്കുന്നുണ്ട്. നമുക്ക് അത് പ്രാക്ടിക്കബിൾ അല്ല. പക്ഷെ മിനിമം ഞാൻ ആ സമയത്ത് ഇത്ര മിനിറ്റ് പഠിക്കും എന്നാണ് എഴുതേണ്ടത്. ഇത് നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് ആ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. എത്ര മണി വരെ ഇതാണ്. നമ്മള് ഞാൻ എപ്പോഴും വീട്ടിൽ പറയുന്ന സംഗതി ഇതാണ്. നമുക്ക് സമയമില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചാലോ, ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ്, ഞാൻ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയും. അതിന് എക്സ്ക്യൂസാണ്. അതേപോലെ നമ്മൾ രാവിലെ പല്ല് തേക്കണം, ടോയ്ലറ്റിൽ പോകണം, ഷേവ് ചെയ്യണം, മുടി ചെയ്യണം, ഡ്രസ് ചെയ്യണം. ഓരോന്നിനും നമ്മൾ എടുക്കുന്ന സമയങ്ങളൊന്ന് എഴുതി വെച്ച് നോക്കുക. സമയം തികയാത്തവർ ചെയ്യേണ്ടത് ടൈം മാനേജ്മെന്റ് പ്രത്യേകം ക്ലാസ് ഒക്കെ എടുക്കാൻ എനിക്ക് പറ്റും. നമ്മൾ അതിലേക്കൊന്നും പോകാത്തെന്ന് പറഞ്ഞാൽ ഇത് ആര് ചെയ്യുമെന്നൊരു ചോദ്യത്തിലാണ്. എന്റെ ടൈറ്റിൽ ഞങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഖുർആൻ അധ്യാപകനല്ല എന്റെ ടൈറ്റിൽ. ടൈറ്റിൽ ട്രെയിനറാണ്, സോഫ്റ്റ് സ്കിൽ ട്രെയിനർ എന്നാണ് അതിനകത്ത് താഴെയുള്ളത്. ട്രെയിനിങ്ങിലാണ് എനിക്ക് ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത്. അതാണ് നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതാണ്. എന്നെക്കാളും പഠിച്ച ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അവർക്ക് ഇതുപോലെ പഠിപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നോട്ട് ഡെഡിക്കേറ്റഡ്. ഒന്നാമത്തെ സംഗതി അതാണ്. അവരെന്തില്ല, അതിന് തയ്യാറാവുന്നില്ല. അതിനവർ തയ്യാറാവുന്നില്ല. എന്തോ തടസ്സങ്ങൾ. വളരെ ഖേദകരമെന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. ഒരു അധ്യാപകൻ ഒരു ക്ലാസ് എടുത്താൽ മതി. ഒരു ക്ലാസ് എടുത്താൽ മാത്രമല്ല, ഇത് നമ്മൾ അങ്ങോട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. നിങ്ങൾക്ക് ഇത്രയും ഈ എണ്ണം ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എത്രയും പേർക്ക് ബോധ്യപ്പെട്ട അതേ രീതിയിൽ ഒരാൾക്കും ബോധ്യപ്പെടാത്തതാണോ? അതല്ല നേരത്തെ പറഞ്ഞതുപോലെ ബയ്യിനാത്താണോ? വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷം അവരിതിൽ നിന്നും മാറി നിൽക്കുന്നതാണോ? അപ്പൊ അതാണ് വിഷയം. അപ്പൊ നമ്മൾ ചെയ്യുന്ന സംഗതികൾ അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുക. ചുരുങ്ങിയ സമയമാണെങ്കിൽ പോലും അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ടൈം മാനേജ്മെന്റിന്റെ ഒന്നാമത്തെ ഘടകം ഇതാണ്. നാം രാവിലെ മുതൽ വൈകുന്നേരം വരെ രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കും, 4 മണിക്ക് എഴുന്നേൽക്കും. പറഞ്ഞിടത്തോളം 4 മണിക്ക് എഴുന്നേൽക്കും മിക്കവാറും. ഉറങ്ങുന്ന എത്ര മണിക്കെന്ന് ഞാൻ ചോദിച്ചില്ല. നേരത്തെ ഉറങ്ങണമെന്നാണ്. ഉറങ്ങുന്നത് വരെ 9 മണി വരെ എന്ന് വിചാരിച്ചു. 6 മണി കഴിഞ്ഞാൽ ഫുള്ള് ഷട്ട് ഡൗൺ ആയി കേട്ടോ. സ്ലോ ഡൗൺ ആയി. ബാക്കി പിന്നെ ഒന്നും ആക്ടിവിറ്റി ഒന്നും നടക്കില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലുള്ള ആക്ടിവിറ്റി നടക്കില്ല. ആ സമയം ഇതുവരെ എഴുതി വയ്ക്കുക. 9 മണിക്ക് 9 വരെ. 4 മുതൽ 9 മണി വരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയി. അരമണിക്കൂർ ഇടവിട്ടുള്ള ബ്രേക്ക് ചെയ്തിട്ട് എഴുതുക. അല്ല, അതിനേക്കാളും ചെറിയ ബ്രേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് 10 മിനിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് 10 മിനിറ്റ് ചെയ്യുക. അത്ര മുതൽ ഇത്ര വരെ, ഇത്ര മണി വരെ ഞാൻ ചെയ്തു. ആദ്യം ചെയ്യേണ്ടത് അരമണിക്കൂർ ബ്രേക്ക്. 4 മുതൽ 4:30 വരെ, 4 മുതൽ 5 വരെ, 5 മുതൽ 5:30 വരെ, 5:30 മുതൽ 6 വരെ എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യുന്നു.
എന്നിട്ട് എന്ത് ചെയ്യുക, മൊത്തം എഴുതിയതിനു ശേഷം വീണ്ടും നോക്കുക ഇതിലെവിടെയാണ് നമുക്ക് ടൈം കട്ട് ചെയ്യാൻ പറ്റുന്നത്, അതങ്ങോട്ട് കട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഏറ്റവും വലിയ സംഭവം ഇതാ, വളരെയധികം തമാശയുണ്ട് കേട്ടോ. ഞാൻ 38ാമത്തെ ബാച്ച് തുടങ്ങിയിട്ട് കുറേ പണിയെടുത്തു. പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് പണി ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് റിസൾട്ട് വരുന്നു. അപ്പൊ 38ാമത്തെ ബാച്ചിൽ കയറി കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരാള് 10 ഗ്രൂപ്പ് കിടക്കുന്നു. ഏത് 10 ഗ്രൂപ്പാ? അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ 10 ഗ്രൂപ്പ് പോട്ടെ, അന്നീസ പോട്ടെ, അൽ ബക്കറ പോട്ടെ, അതൊക്കെ പഴയ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഉണ്ട് 5 ഗ്രൂപ്പ്. ചില ആൾക്കാർ ഞാൻ പറഞ്ഞു 2017 മുതൽ ഇന്നൊരാളോട് 2017 ക്ലാസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും ഫീസ് അടയ്ക്കണം, രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം. കാരണം ഇവര് നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടിരിക്കുക. അവര് പണിയെടുക്കുന്നില്ല, അവര് നമ്മളെ കൊണ്ട് പണിയെടുക്കും. നിങ്ങൾ വീണ്ടും അയച്ചു തരണം, അത് ഞങ്ങൾ അടുത്ത ഗ്രൂപ്പിൽ ചേർക്കണം, ഈ ഗ്രൂപ്പിൽ ചേർക്കണം. അവർക്ക് തന്നെ ബോധ്യമില്ല നിങ്ങൾ 2017 പഠിച്ചു വരും. അപ്പൊ ഞാൻ പറഞ്ഞു ഇതല്ലേ നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു, പിന്നൊന്നും പറയാനില്ല. അപ്പൊ അവരുടെ അഡ്രസ് സഹിതം 2017 ചോദിച്ചു നമ്മൾ ഇപ്പൊ വീണ്ടും 38ാം ഗ്രൂപ്പ് 2017 ചെയ്ത് 49, 47 അധികം മാർക്ക് വാങ്ങിയ ആളാണ്. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യുക, ആ ഗ്രൂപ്പുകളെല്ലാം നമ്മൾ എക്സിറ്റ് ആവുക. ആവശ്യമില്ലാത്ത എവിടെയൊക്കെ ഉണ്ടോ 5 മിനിറ്റ് വായിച്ചു നോക്കി ഡിലീറ്റ് ചെയ്ത് ഫോർവേഡ് ചെയ്ത്, നമ്മൾ ഫോർവേഡ് ചെയ്തില്ലെങ്കിൽ വേറെ വെബ്സൈറ്റ് ഫോർവേഡ് ചെയ്തോളൂ. നമ്മൾ ആ പണി എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ വേറെ പണിയുണ്ട്. നിങ്ങൾക്ക് ഖുർആന് വേണ്ടി പണിയെടുക്കാൻ സന്നദ്ധമാണോ? നിങ്ങൾക്ക് ഒരുപാട് പണികൾ ഞാൻ തരാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പണികൾ നമ്മുടെ അടുത്തുണ്ട്. നിങ്ങൾ അവിടെ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് ചെയ്യാം. 15 മിനിറ്റ് ചെയ്താൽ ഒരു ദിവസം 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ് ഞാൻ പണിയെടുക്കാം. ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വം തരാം. നിങ്ങൾ നോക്കിക്കും. ഖുർആന് വേണ്ടി പണിയെടുക്കില്ല, അത് ചെയ്യും. നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത വേറെ ഗ്രൂപ്പുകളൊക്കെ ചേർത്തു ആ പണി കിട്ടി, ഈ പണി കിട്ടി, അവിടെ നോക്കി ഖുർആൻ മാത്രം മനസ്സിലാവുന്നില്ല. അപ്പൊ ആദ്യം എല്ലാം എന്ത് ചെയ്യുക, വെട്ടിക്കളയുക. അപ്പോ അരമണിക്കൂർ വ്യത്യാസത്തിൽ സമയം മുഴുവൻ എഴുതിയതിനു ശേഷം എവിടെയാണ് സമയം കുറയ്ക്കാൻ പറ്റുന്നത്? എനിക്ക് എത്ര മിനിറ്റ് വേണം ഖുർആൻ പഠിക്കാൻ? 15 മിനിറ്റ് വേണം, അല്ലെ അരമണിക്കൂർ വേണം. നിങ്ങൾ കണക്കാക്കുക, നിങ്ങൾ തീരുമാനിക്കുക എത്ര സമയം വേണം. ആ സമയം അവിടെ താഴെ എഴുതിയിരിക്കണം. അത് എവിടെ നിന്ന് കിട്ടും? കിട്ടുമോ ഇല്ലേ? അരമണിക്കൂർ, 1 മണിക്കൂർ വേണമെങ്കിൽ അതിൽ കൂടുതലും കിട്ടുന്നുണ്ട്. ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ കിട്ടും. പിന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ലാതെ തലയിൽ വരുത്തി വയ്ക്കുന്ന സംഗതിയുണ്ട്. മകൻ ചെയ്തോളും, മകൾ ചെയ്തോളും, പേരക്കുട്ടി ചെയ്തോളും, ബ്രദർ ചെയ്തോളും, ഫാദർ ചെയ്തോളും, ഹസ്ബൻഡ് ചെയ്തോളും, വൈഫ് ചെയ്തോളും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാം ഞാൻ തന്നെ ചെയ്യാം എന്ന് വിചാരിക്കേണ്ട കാര്യം. എന്ത് ചെയ്യാ, അത് ഉത്തരവാദിത്തങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഉത്തരവാദിത്തങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മൾ തന്നെ ചെയ്യാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പൊ അവരും എന്താകും, കേപ്പബിൾ ആകും. അവരും അതിന് കഴിവുറ്റവരായിത്തീരും, പ്രാപ്തരായിത്തീരും. അങ്ങനെ എല്ലാവരെയും പ്രാപ്തരാക്കി എടുക്കേണ്ട ഒരു സംഗതി നമുക്കുണ്ട്. നമ്മൾ എല്ലാ ക്ലാസ്സുകളും ഞാൻ എടുക്കാതെ ഇപ്പൊ എന്റെ ക്ലാസ്സുകൾ എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മൾ ടീച്ചർമാർ കൊടുത്തിരിക്കുക. ഇപ്പൊ ഞാൻ എടുത്തിട്ടിരിക്കുന്ന സൂറത്തുൽ നിസാ മെയിനായിട്ട് എടുക്കും. ബാക്കിയെല്ലാം ഫൈനൽ ക്ലാസ്സുകളാണ്. ഇനിയിപ്പോ എന്തായാലും ആ ഫൈനൽ ക്ലാസ്സോട് തീരുന്നതോടുകൂടി പിന്നെ അൽ ബഖറ, നിസാ പോലുള്ള പണി മാത്രമേ എനിക്കാവും. ബാക്കിയെല്ലാം നമ്മൾ ടീച്ചർമാർ കൊടുക്കും. ഇപ്പൊ നമ്മള് അവിടെ ക്ലാസ് എടുക്കാൻ പോയി, അവിടെ കൊയിലാണ്ടി ക്ലാസ് എടുത്ത് അത് 1 വർഷത്തെ കോൺട്രാക്ട് ആണ്. അത് കഴിഞ്ഞ് ഇനി അടുത്ത വർഷം വരെ എടുത്തോളും. ഒരാളെന്നെ ചെയ്യേണ്ട കാര്യമുണ്ട്. അടുത്ത ജനറേഷനെ വീണ്ടും അടുത്ത ടീമിനെ എത്തിക്കും. അപ്പൊ എന്തായി, കിട്ടിയോ ഇല്ലയോ? അപ്പൊ സാർ 20 മിനിറ്റ് കിട്ടുമോ? 1 മണിക്കൂർ കിട്ടുമോ? നിങ്ങൾ നോക്കി, അത് കിട്ടും. ആ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ അവരവർക്ക് ഏൽപ്പിച്ചു. ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ അവരവർക്ക്. സീനിയർ സിറ്റിസൺ ആകുമ്പോൾ നമ്മൾ റിട്ടയർഡ് ആകുന്നതോടുകൂടി എന്തായി, പണി 8 മണിക്കൂർ പണി ഫ്രീ ആയി അല്ലേ? പിന്നെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? 8 മണിക്കൂർ ഫ്രീ കിട്ടുന്ന 8 മണിക്കൂർ എന്താ ചെയ്യുന്നത് ഇപ്പൊ? അപ്പൊ ആൾക്കാർ പറയും അവിടെ പോയിട്ട് വരും, ഇവിടെ പോയിട്ട് വരും, അവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കി, അവിടെ ഒന്ന് അഡ്മിഷൻ വാങ്ങി കൊടുക്കി, ആ പേപ്പർ ഒന്ന് കോപ്പി എടുക്കി, അവിടെ നിന്ന് പ്രിന്റ് ഔട്ട് എടുക്കി.
എന്താണ് നമ്മൾ ഫ്രീ ആയതുകൊണ്ട് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. എനിക്ക് ആ ഉത്തരവാദിത്തമുണ്ട്. നമ്മളൊരു ബിസിനസ് തുടങ്ങി, അല്ലെങ്കിൽ നമ്മൾ ഒരു അധ്യാപകനാണ്, ഒരു പ്രിൻസിപ്പളാണ്, അവിടുത്തെ ഒരു പ്രൊഫസറാണ്, എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ പണിയെടുക്കും. അപ്പൊ വീട്ടിലെ പണി ആര് ചെയ്യും? നേരത്തെ ആരും ചെയ്തിരുന്നത് അവര് ചെയ്യും. അങ്ങനെ ഒരുപാട് ടൈം മാനേജ്മെന്റ് ഒരുപാട് സംഗതിയുണ്ട്. ടൈം മാനേജ്മെന്റ് ക്ലസ്റ്റേഷൻ വെക്കാൻ നമുക്കൊരു വലിയൊരു 5 സ്റ്റാറോ 3 സ്റ്റാറോ ഹോട്ടൽ എടുത്തിട്ട് അവിടെ വിളിച്ചാൽ നമുക്ക് അതല്ല വിഷയം. ചേന്നമംഗലൂരേക്ക് എത്ര പേരെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തു? ചേന്നമംഗലൂർക്ക് ആർക്കും ബന്ധമില്ലേ? അപ്പൊ നിങ്ങൾ ഉറപ്പുവരുത്തി ഞാൻ എത്ര പേരെ ചേന്നമംഗലൂരേക്ക് രജിസ്റ്റർ ചെയ്തു, അത് നമുക്ക് കിട്ടണം. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ മാർഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടി ആരോഗ്യവും ആയുസ്സും സന്നദ്ധതയും ഡെഡിക്കേഷനും ബുദ്ധിശക്തിയും അറിവും വിവേകവും ഒക്കെ അള്ളാഹ് നമുക്ക് നൽകട്ടെ. ഈ ലോകത്തും പരലോകത്തും അള്ളാഹ് ഞങ്ങൾക്ക് നന്മ തരണമേ അള്ളാഹ്. ഞങ്ങളുടെ സന്തതി പരമ്പരയെയും ഖുർആൻ അനുസരിച്ച് നിലനിൽക്കുന്നവരാക്കണമേ അള്ളാഹ്. അതേപോലെ ലോകത്ത് മുസ്ലിമായതിന്റെ പേരിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, പുതിയ പുതിയ നിയമങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള എന്നത് പ്രത്യക്ഷത്തിലുള്ള ഒരു അടവ് മാത്രമാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി, ലക്ഷക്കണക്കിന് കർഷകന്മാർ ദുരിതം അനുഭവിക്കുകയാണ്. എന്താ കാര്യം? അവരെ ബുൾഡോസർ കയറ്റി കൊല്ലുകയാണ്. മനസ്സിലായില്ലേ? ഇത് ഉത്തമമായ ഉദാഹരണമാണ്. മറ്റെല്ലാം എന്താണ്? പുകമറയാണ്, മറ മാത്രമാണ്. ഇതിന്റെ ഉള്ളിലുള്ള അജണ്ട എന്ന് പറയുന്നത് എല്ലാ ദുർബലരെയും അടിച്ചമർത്തുക, ഒരു ശക്തന്മാരുടെ ഉണ്ടായിത്തീരുക, അവർക്ക് മാത്രം എല്ലാ വിധത്തിലുള്ള ലാഭങ്ങളും ഉണ്ടായിത്തീരുക, നേട്ടങ്ങളും ഉണ്ടായിത്തീരുക എന്നതാണ്. അപ്പോ അങ്ങനെ കഷ്ടത അനുഭവിക്കുന്ന എല്ലാവർക്കും അവരുടെ ദുരിതങ്ങളെല്ലാം മാറ്റി കൊടുക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. الله تعالى وسلم على خير محمد على آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. عليكم السلام.